ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി ധാരാളം ആൾക്കാരുടെ ആവശ്യമാണ്, സാർ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ചെയ്യുമോ, സാർ എത്രയും പെട്ടെന്ന് ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത ഡീറ്റെയിൽ സിലബസിന്റെ വീഡിയോസ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് ഞാൻ പറയാൻ കാരണം ആ ഡീറ്റെയിൽ സിലബസ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജിനെ പറ്റി ചെറിയൊരു അഭിപ്രായം ഞാൻ പറയാം. ഇപ്പോൾ ഒരു കുട്ടി അയച്ചൊരു മെസ്സേജാണ്, സാർ LLB പഠിച്ചു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടില്ല, പൈസയൊന്നും ഇല്ലെന്നാണ് എൻ്റെ നാട്ടുകാരും വീട്ടുകാരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LLB എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, കൃത്യമായി പഠിച്ച് പാസ്സായി ഫോക്കസ്ഡ് ആയി പോയാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സാണ് LLB കോഴ്സ്. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡബിൾ ഡിഗ്രിയാണ്. ഓക്കെ, 6 കൊല്ലത്തെ ഡിഗ്രി നമുക്ക് 5 കൊല്ലം കൊണ്ട് തീരുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരും കോഴിക്കോടും BB LLB ആണ്, ബിസിനസ്സും LLB ആണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എറണാകുളം ആണെങ്കിൽ BCom LLB ആണ്, ട്രിവാൻഡ്രം ആണെങ്കിൽ BLLB ആണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. ഇപ്പോൾ LLB കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് ജഡ്ജ് ആവാൻ പറ്റും. 3 കൊല്ലം അഡ്വക്കസി എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസിക്യൂട്ടർ എക്സാം എഴുതി പ്രോസിക്യൂട്ടർ ആവാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റിലെയും അതുപോലെ പ്രൈവറ്റിലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ലീഗൽ അഡ്വൈസർമാരായിട്ട് കയറാൻ പറ്റും. അതുപോലെ സെൻട്രൽ ഗവൺമെന്റിൽ ഒരുപാട് ലീഗൽ പോസ്റ്റുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് എക്സാം എഴുതി കയറാൻ പറ്റും. അതുപോലെ SBI, RBI, പിന്നെ അതുപോലെ ഇന്ത്യൻ ആർമിയിലെ ഒക്കെ ലീഗൽ ഓഫീസറായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇതൊന്നും ചില്ലറ പോസ്റ്റ് ഒന്നും അല്ല. ഇനീഷ്യൽ സാലറി തന്നെ 1.25 ലക്ഷം രൂപ തന്നെ വിത്ത് അലവൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ജോലിയില്ല പണിയില്ല എന്നൊക്കെ പറയുന്നവരോട് അവർക്ക് അസൂയയാണ്, നിങ്ങൾ രക്ഷപ്പെടുമോ എന്നുള്ളൊരു അസൂയയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇനി നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഞാനിത് നിങ്ങൾ കൺവേ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാറിന് ഇത് പറയാൻ എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ സാറ് എന്തിൻ്റെ ഇതിലാണ് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ 2017 എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നത്. കേരള ലോ എൻട്രൻസ് 49ാമത്തെ റാങ്കോടെ ക്ലിയർ ചെയ്ത് തൃശ്ശൂർ ലോ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞു, ഇപ്പം അതേവിടെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 6 വർഷമായിട്ട് ഈ ഒരു കോച്ചിങ് അതുപോലെ ഗൈഡൻസ് അതുപോലെ ക്ലാസ് എടുക്കുന്ന മേഖലയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ +2 കഴിഞ്ഞവരുണ്ട്, +1 പഠിക്കുന്നവർ, ഡിഗ്രി ഇപ്പോൾ ഓൺഗോയിങ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഡെയിലി ഒരു 8.5 മണിക്കൂറാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. 8.5 മണിക്കൂറാണ് ഞാൻ ചോദിക്കുന്നത്. 8.5 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം, മിനിമമാണ് ഞാൻ പറയുന്നത്. ഈ 8.5 മണിക്കൂർ നമുക്ക് ഈക്വൽ ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഈ 8.5 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നമുക്ക് ലോ പഠിക്കാം, ഇല്ലേ? 2 കോർ സബ്ജക്റ്റ് ആണ്, ഒരു 2 മണിക്കൂർ ലോ പഠിക്കാം. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, ഇല്ലേ? ഇംഗ്ലീഷ് പഠിക്കണം, കാരണം ലോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ലോ ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞ് ഓരോ മണിക്കൂർ വെച്ച് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ 1 മണിക്കൂറിലെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യണം, പത്രം വായിക്കണം. അതുപോലെ തന്നെ അതല്ല പത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയ വഴി നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യാൻ വേണ്ടി ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. GK പഠിക്കാം. പിന്നെ ഒരു 1 അവർ നിങ്ങൾക്ക് അരിത്തമെറ്റിക്കും മാത്സും അതുപോലെ തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ഇത്രയും ടൈം, ഇതിപ്പോൾ എത്രയായി? 4.5 മണിക്കൂർ, 5.5 മണിക്കൂർ ടൈമായി, ഇല്ലേ? 5.5 മണിക്കൂർ ടൈമായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊരു 2 അവേഴ്സ് റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, നമ്മൾ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, പഴയ കാര്യങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ ഒരു ഡെയിലി ഒരു 2 അവേഴ്സ് റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഈ 2 അവേഴ്സ് നമുക്ക് ഹാഫ് അവർ, 1.5 മണിക്കൂർ സ്ലോട്ടാക്കി തിരിക്കാം, ഇല്ലേ? 30 മിനിറ്റ്സിലെ സ്ലോട്ടാക്കി മാറ്റാം. എന്നിട്ട് ഓരോ 30 മിനിറ്റ്സും, ഇപ്പോൾ ഫസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ റിവൈസ് ചെയ്യാം. ഒരു സെക്കൻഡ് 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് റിവൈസ് ചെയ്യാം. തേർഡ് സ്ലോട്ടിൽ നിങ്ങൾക്ക് GK റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ 4th സ്ലോട്ടിൽ നിങ്ങൾക്ക് അരിത്തമെറ്റിക് മാത്സും അതുപോലെ തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റിവൈസ് ചെയ്യാം, ഇല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പം എത്രയായി? 7.5
7.5 മണിക്കൂറായി ടോട്ടൽ. ഓക്കെ, 7.5 മണിക്കൂറായി ടോട്ടൽ. അപ്പൊ ഇനി 8.5 മണിക്കൂറിൽ 1 മണിക്കൂറാണ് ബാക്കിയുള്ളത്. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1 മണിക്കൂറിലാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഒരു ഡെയിലി ഒരു 10 കറക്റ്റ് സ്പെല്ലിങ്, ഒരു 10 ഏറ്റവും എന്താ പറയുക പഠിക്കാൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയ സ്പെല്ലിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിക്ഷണറിയിൽ നിന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ എഴുതി പഠിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ആന്റോണിംസ് ഒരു 10 സിനോണിംസ്, അതുപോലെ തന്നെ ഒരു 10 ഇഡിയംസ് ആൻഡ് ഫ്രൈസസ്. ഓക്കെ, ഇപ്പൊ എത്രയായി? 5.5, 2 7.5 മണിക്കൂർ, 1 8.5 മണിക്കൂർ. അപ്പോൾ ഒരു 8 അവേഴ്സ് ഡെയിലി, ഒരു 8 അവേഴ്സ് നിങ്ങൾക്ക് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, HC ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി. ഓക്കെ, ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി ആണ് റിസൾട്ട് കൊണ്ടുവരിക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് വരും. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഇപ്പൊ ഇത് പറയുന്നത് എൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിലേക്ക് ഇംപ്രൂവൈസ് ചെയ്ത് മാറ്റി എടുക്കുക. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും നല്ലത്. മിനിമം ഒരു 8 മണിക്കൂർ, 8 മണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്യണം. അത് മിനിമം കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ആസ്പിരൻസ് അടിപൊളിയെ പഠിക്കുക. നമുക്ക് ഈ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യണം. നമുക്ക് ഗവൺമെന്റിൽ തന്നെ കയറി പഠിക്കണം. ബെസ്റ്റ് വിഷസ്.